അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കുട്ടികളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മുസ്തഫാഫി എന്ന യൂട്യൂബ് ചാനൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സമസ്തയുടെ മദ്രസകളിൽ 4ാം ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കുന്ന പദവാർഷിക പരീക്ഷയുടെ ദുറൂസുൽ ഇഹ്സാൻ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ പോകുന്നത്. ഒന്നാമതായി യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റ് വായിക്കുന്നു. നഖം മുറിക്കണം, ശരീരത്തിലെത്തി വിശപ്പുക, ഇടതുകാൽ മുന്തിക്കണം, ഈമാനിന്റെ ഭാഗമാണ്, വലതുകാൽ മുന്തിക്കണം, വീട് വൃത്തിയായി സൂക്ഷിക്കണം. ഈ ബ്രാക്കറ്റിൽ നിന്നെടുത്ത് എഴുതേണ്ടത്. 1. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇടതുകാൽ മുന്തിക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ മുന്തിക്കണം. ഏത് കാലം മുന്തിക്കേണ്ടത്? വലതുകാൽ. 3. വൃത്തിയുള്ള ശരീരത്തിന് നഖം മുറിക്കണം. 4. വൃത്തിയുള്ള പരിസരത്തിന് വീട് വൃത്തിയായി സൂക്ഷിക്കണം. 5. മാരക രോഗങ്ങൾക്ക് കാരണമാകും ശരീരത്തിലെത്തിയ വിശപ്പുക. 6. വൃത്തി ഈമാനിന്റെ ഭാഗമാണ്. യോജിച്ചവ ചേർക്കാനുണ്ടാവും. അതെന്ത് ചെയ്യാ? നന്നായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതാം. 2ാമത്തെ ആക്ടിവിറ്റി 2 വീതം എഴുതാം. ഇപ്പോഴും വരുന്നൊരു ചോദ്യമാണെന്ത്? 2 വീതം എഴുതാം എന്നുള്ളത്. 1. പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ 2 എഴുതാം. 1. കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും. 2. ശരീരത്തിലെത്തി വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാവും. ഇനി 2. പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ. അതിൽ നിന്ന് 2. 1. തുണിസഞ്ചി ഉപയോഗിക്കുക. 2. പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റുൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അതിൽ 3ാമത്തെ ചോദ്യം ദുർവ്യയം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. 2 എഴുതാം. 1. വെള്ളത്തില്. 2. പ്രകൃതി വിഭവങ്ങളിൽ. ഇതൊന്നും ചെയ്യരുത്. ദുർവ്യയം എന്നല്ല, അമിതമായി ചെലവാക്കരുത്. ഇനി 4. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ട 2 എഴുതാം. 1. സഹജീവികളെ സംരക്ഷിക്കുക. 2. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഇനി 3ാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാം. 1. വഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. എന്നതിനർത്ഥം മനുഷ്യ കരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. 2. നല്ലഫു അഫ്നിയത്തക്കും. നിങ്ങളെ മുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കുകയും എന്നാണ്. 4ാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം. 1. പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണെന്ത്? പ്ലാസ്റ്റിക്. 2. പദ്യം പൂരിപ്പിക്കാം. ദേഹം വൃത്തിയിലാവാൻ സുന്ദരമായി കുളിച്ചിടും. ഇനി 5ാമത്തെ ആക്ടിവിറ്റി എന്താണ്? ക്രമത്തിൽ എഴുതാം. ഡിസോർഡർ ആക്കിയിട്ട് തന്നിട്ടുള്ളത് എന്ത് ചെയ്യുക? ഓർഡർ ആക്കി എഴുതാം. വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട, വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ദിക്റാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജനാ വ ബിസ്മില്ലാഹി ഖറജനാ വ അലല്ലാഹി റബ്ബിനാ തവക്കൽനാ. ഓർഡർ ആക്കിയിട്ട് എഴുതാം. 6ാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഉത്തരം എഴുതാം. മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് എന്ത്? മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. 2ാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക. 3. പൽബിനെ ശുദ്ധമാക്കണം എന്തിൽ നിന്നെല്ലാം? കിബർ, ഹസദ്, റിയാ, ശിർക്ക്. ചോദ്യം 4. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തു ചൊല്ലണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. നമ്മുടെ പ്രകൃതി ഉൾക്കൊള്ളിക്കുന്നു എന്തെല്ലാം? സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും. നന്നായിട്ട് പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.